പേടിക്കണ്ട, മനസ്സിൽ പ്രാർത്ഥന മാത്രം മതി. കാവടിയെടുക്കുന്ന ഭക്തർക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടില്ല. പ്രാർത്ഥനയോടെ നടന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നിന്റെ വേദനകളെല്ലാം നിനക്ക് 10 മടങ്ങ് പൊള്ളും. അത്രമാത്രം നീ ഒരുപാട് പേരുടെ മനസ്സും ജീവിതവും പൊള്ളിച്ചിട്ടുണ്ട്. നഷ്ടങ്ങളുടെയും ദുഃഖങ്ങളുടെയും കാലം, ഉയർച്ചകൾക്ക് ശേഷം വലിയ താഴ്ചയാണ് ഇനി വരാനുള്ളത്. സ്വന്തം മകൾ പോലും നഷ്ടപ്പെടാനാണ് യോഗം. ഉഗ്രമൂർത്തികൾ പ്രസാദിച്ചാൽ മാത്രമേ ഈ കടമ്പ കടക്കാൻ പറ്റൂ. നടന്നോളൂ. തിരിഞ്ഞു നടക്കരുത്. വഴിപാട് പൂർത്തിയായില്ലെങ്കിൽ ദോഷമാണ്. ചെന്ന് പിടിച്ചോളൂ. എനിക്ക് പറ്റുന്നില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ അവന്തികെ. ഇനി ഇത്തിരി കൂടിയല്ലേ ഉള്ളൂ. നിന്ന് കാല് പൊള്ളിക്കാതെ വേഗം നടന്നോ. എന്റെ കാല്. അയ്യോ, എന്റെ കാല്. സമ്മതേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ കാല്. എന്തായാലും നേർച്ച മുടക്കം വരാതെ പൂർത്തിയായല്ലോ. അതിന്റെ അനുഗ്രഹം ഉണ്ടാവും. പൂർത്തി. നമുക്ക് നിൽക്കാതെ വണ്ടി എടുക്കണോ? എന്നെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടോ? ശരി മാഡം. എന്തൊരു നീറ്റല. എന്റെ കാല്. എന്തൊരു വേദന ഇത്. എന്റെ അനിയത്തെ ദ്രോഹിക്കാൻ ശ്രമിച്ചതിന്, നെല്ലിശ്ശേരി കുടുംബത്തിനെ വഴിയാധാരമാക്കിയതിന്, എന്റെയും എന്റെ സച്ചേട്ടന്റെയും ജീവിതം തകർത്തതിന്, എല്ലാത്തിനും നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ 10 മടങ്ങായിട്ട്. നിന്റെ ജീവിതത്തിലെ അഗ്നിപരീക്ഷണങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അവന്തിക. വാ. ഇരിക്കെ. കുടിക്കാൻ എന്താ വേണ്ടത്? ചായ മതി. 4 പേർക്കും ചായ. ശരി സർ. വീടൊഴിയുന്ന കാര്യം ഞങ്ങൾ ഹൗസ് ഓണറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നന്നായി. അനിരുദ്ധേടന്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ എന്ത് ചെയ്യാനും ഞങ്ങൾ ഒരുക്കാം. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വ്യക്തമായൊരു പ്ലാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ അവന്തികയെ വീഴ്ത്താൻ സാധിക്കൂ. പുലിയെ അതിന്റെ മടയിൽ പോയി കൊല്ലണമെന്നാണല്ലോ പറയുന്നത്. അവന്തികയുമായി നേരിട്ടൊരു ഏറ്റുമുട്ടൽ നമുക്ക് ഗുണം ചെയ്യില്ല.
അതുകൊണ്ടാ നിങ്ങൾ ആ വീടിനകത്ത് കയറണമെന്ന് പറഞ്ഞത്. അത് മനസ്സിലായി. അതിനുശേഷം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? രണ്ടുപേർക്കും രണ്ട് തരത്തിൽ പ്രധാനമായിട്ടുള്ള റോളുകളാണ് അവിടെ ചെയ്യാനുള്ളത്. രാജീവ് അതെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരും. ആദ്യം ഒന്നും അറിയാത്ത പോലെ അവന്തികയുടെ അടുത്ത് അഭയം തേടണം. അവന്തികയുടെ രഹസ്യങ്ങൾ കണ്ടെത്താൻ കാഞ്ചനെ പോലെ ഒരാൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും കഴിയും. ഞങ്ങൾ പറയുന്നതൊക്കെ അവന്തിക വിശ്വസിക്കുമോ? വിശ്വസിപ്പിക്കണം. അത് നിങ്ങളുടെ മിടുക്ക. അവന്തിക്ക് നിങ്ങളെ സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഒരു മിനിറ്റ്, SP ഓഫീസിൽ നിന്നാ. ഞാനൊന്ന് എടുത്തോട്ടെ. ഗുഡ് മോർണിംഗ് സാർ. ഇല്ല സാർ, സ്റ്റേഷന് പുറത്താ. ഓക്കെ സാർ, അരമണിക്കൂറിനകത്താം. ശരി സാർ. എനിക്ക് അത്യാവശ്യമായിട്ട് SP ഓഫീസ് വരെ പോണം. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചാൽ മതി. ശരി. ശരി, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ.